നമസ്കാരം. ഫറൂഖ് കോളേജിൽ ലിംഗവിവേചനം നടന്നതായി യുവജന കമ്മീഷന്റെ റിപ്പോർട്ട്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി NV ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ബാലു, റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വാമി, 2015 ഇത്തരമൊരു സംഭവം ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഫറൂഖ് കോളേജിൽ നടക്കുകയും സംസ്ഥാന യൂത്ത് കമ്മീഷനെ പരാതി ലഭിക്കുകയും ചെയ്യുന്നത്. അന്ന് കോളേജിൽ പഠിച്ചിരുന്ന ജസീല എന്ന വിദ്യാർത്ഥിനിയാണ് ഇത്തരമൊരു പരാതി നൽകിയത്. മലയാളം ക്ലാസ്സിൽ ആൺകുട്ടികളുടെ ബെഞ്ചിൽ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ച ആ വിദ്യാർത്ഥിയെ അധ്യാപകൻ വിലക്കുകയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതിനെതിരെ നിരവധി വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ഉയർത്തുകയും ക്യാമ്പസിനകത്ത് വൻ വിവാദമാകുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ വിദ്യാർത്ഥി ജസീല ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ ഹൈക്കോടതിയെ സമീപിച്ച ജസീലയും വിദ്യാർത്ഥികളും സസ്പെൻഷൻ റദ്ദാക്കുന്ന ഉത്തരവ് വാങ്ങിയാണ് പിന്നീട് കോളേജിൽ പഠിച്ചത്. ഇതേ തുടർന്ന് വൻ വിവാദമാകുകയും ഇതേ തുടർന്നാണ് കമ്മീഷന് പരാതി ലഭിക്കുകയും യൂത്ത് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ചെയ്തത്. ഈ അന്വേഷണത്തിൽ ഈ ഫറൂഖ് കോളേജിനകത്ത് ലിംഗവിവേചനം നടക്കുന്നു എന്ന കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിനകത്ത് പുറത്തു വന്നിരിക്കുന്നത് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത്. പ്രധാനമായും കോളേജിലെ ഫറൂഖ് കോളേജിൽ ലിംഗവിവേചനം നടക്കുന്നു. വിവിധ തലത്തിലാണ് ഇത്തരം സംഭവം നടക്കുന്നത്. പ്രത്യേകിച്ച് ക്യാൻറ്റീനിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ റെസ്റ്റ് സോണിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. അവിടെ ആൺകുട്ടികൾ പ്രവേശിക്കാൻ പാടില്ല, പെൺകുട്ടികൾക്ക് മാത്രം എന്ന രൂപത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ബോർഡുകൾ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം എന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ക്യാൻറ്റീനകത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഇരിപ്പിടം ഉണ്ടാക്കുകയും ഇവർക്ക് തമ്മിൽ കാണുകയോ സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിൻ്റെ മധ്യഭാഗത്ത് അധ്യാപകർക്ക് പ്രത്യേകം ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ലിംഗവിവേചനമാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമായും വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമുകളിൽ പെൺകുട്ടികളെ ഉൾപ്പെടുത്താതിരിക്കുക എന്ന സമീപനമാണ്. പ്രത്യേകിച്ച് നാടക ടീമിൽ ഇത് നേരത്തെ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്ത സംഭവമാണ്. ഇത്തരം ഒരു വിവേചനം ഒഴിവാക്കണം എന്നും യൂത്ത് കമ്മീഷൻ കണ്ടെത്തുകയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും PG ഡിഗ്രി ഉൾപ്പെടെയുള്ളവർക്ക് ഒന്നിച്ച് കലാപരിപാടികളിലും കലാമത്സരങ്ങളിലും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് കേരളത്തിലെ ഫറൂഖ് കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ കോളേജിലെ പൊതുവായും ഒരു സ്റ്റഡി മെറ്റീരിയലായി യൂത്ത് കമ്മീഷൻ ഇത് കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കേരളത്തിലെ വിവിധ കോളേജുകളിലും ലിംഗവിവേചനം നടക്കുന്നു എന്ന കണ്ടെത്തൽ യൂത്ത് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. വലിയ വിശദമായ റിപ്പോർട്ടാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു വിവേചനം കേരളത്തിൽ തന്നെ നടക്കുന്നു. ഇത്രയും സാമൂഹികമായും സാംസ്കാരികമായും മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ പോലും ഇത്തരം ഒരു സംഭവം നടക്കുന്നു എന്നത് വളരെ ഗൗരവമായ പ്രശ്നമാണ് എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജിൽ പ്രത്യേകിച്ച് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, കോളേജ് ക്യാമ്പസിൽ പല സ്ഥലങ്ങളിൽ രഹസ്യ ക്യാമറകൾ വിദ്യാർത്ഥികളെയും നിരീക്ഷിക്കുന്നതിന് വേണ്ടി രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ രഹസ്യ ക്യാമറകൾ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റുകയോ അതല്ലെങ്കിൽ ഇവിടെ താങ്കൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന ബോർഡ് സ്ഥാപിക്കുകയോ ചെയ്തിരിക്കണമെന്ന് യൂത്ത് കമ്മീഷൻ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെ ക്യാമ്പസിൽ വിളിച്ചു വരുത്തി രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള സംസാര രീതികളും ഒരിക്കലും പാടില്ല എന്നും കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ക്യാമ്പസിനകത്ത് അച്ചടക്കം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സുഗമമായ വിദ്യാഭ്യാസ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കോളേജ് പ്രിൻസിപ്പലിനും അതോടൊപ്പം മാനേജ്മെന്റിനും അധികാരമുണ്ട്. എന്നാൽ അത് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാകരുത് എന്ന നിർദ്ദേശവും കമ്മീഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വ്യാപകമായി കോളേജുകളിൽ ലിംഗവിവേചനം നടക്കുന്നു എന്ന കണ്ടെത്തലും യൂത്ത് കമ്മീഷൻ സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വാമി, ഫറൂഖ് കോളേജിൽ ലിംഗവിവേചനം നടന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന യൂത്ത് കമ്മീഷനാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. NV ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ചട്ടം ലംഘിച്ച് ടൂറിസം വകുപ്പിൽ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ വ്യക്തമായ ലംഘനം കൂടിയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് ടൂറിസം വകുപ്പിൽ സ്ഥാനക്കയറ്റവും സ്ഥലമാറ്റവും നടത്തിയിരിക്കുന്നത്. ഇന്നലെ 3 മണിയോടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ടൂറിസം വകുപ്പിൽ സ്ഥലമാറ്റങ്ങളും സ്ഥാനക്കയറ്റവും നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിനുശേഷം സ്ഥലമാറ്റങ്ങളും സ്ഥാനക്കയറ്റങ്ങളും പാടില്ലെന്നിരിക്കെയാണ് ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്.
6 മണിയോടെയാണ് ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ തസ്തികയിൽ ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥാനക്കയറ്റവും സ്ഥലമാറ്റവും നൽകിയിരിക്കുന്നത്. ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്കാണ് സ്ഥലമാറ്റം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സീനിയോറിറ്റി കാറ്റിൽ പറത്തിയുമാണ് സ്ഥലമാറ്റവും നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള സ്ഥലമാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NGO യൂണിയന്റെയും KGOയുടെയും നേതൃത്വത്തിൽ ടൂറിസം ഡയറക്ടറിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാതെയുമാണ് സ്ഥലമാറ്റ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. സ്വാമി KG ദിനകറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസിൽ കൂട്ടരാജി. കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ MP-യുമായിരുന്ന വക്കച്ചൻ മറ്റത്തിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് കൊച്ചുപുര എന്നിവരുൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. കൂടുതൽ രാജികൾ ഇനിയും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച ഇന്ന് കോട്ടയത്ത് നടക്കും. വൈകിട്ട് DCC ഓഫീസിലാണ് ചർച്ച നടക്കുക. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചേക്കും. പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ പിണക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് മാണി വിഭാഗം. ുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേരള കോൺഗ്രസ് എം നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ കോട്ടയത്ത് കൂടിക്കാഴ്ചക്കെത്തുന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ VM സുധീരൻ, UDF കൺവീനർ PP തങ്കച്ചൻ, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികളായി പാർട്ടി ചെയർമാൻ KM മാണി, MP-മാരായ ജോയി എബ്രഹാം, ജോസ് കെ മാണി എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. നിലവിൽ 15 സീറ്റുകളാണ് കേരള കോൺഗ്രസ് എമ്മിന് UDF-നുള്ളത്. PC ജോർജ് മുന്നണിയും പാർട്ടിയും വിട്ട സാഹചര്യത്തിൽ പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസ് നൽകണമെന്ന ആവശ്യം സുധീറിനടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കും. ഈ സീറ്റ് ലഭിച്ചാൽ കോട്ടയം DCC പ്രസിഡന്റ് ടോമി കല്ലാനിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. അതേസമയം പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടിലായിരുന്ന മാണി വിഭാഗം പാർട്ടിയിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാട് സീറ്റിനു വേണ്ടിയും കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. അതേസമയം 3 സീറ്റുകളാണ് കേരള കോൺഗ്രസിന് മലബാറിലുള്ളത്. ഇതിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റ് വച്ചുമാറണമെന്ന ആഗ്രഹവും മാണി വിഭാഗത്തിനുണ്ട്. UDF-ഓ കോൺഗ്രസോ ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിനെ പിണക്കാതെ മുന്നോട്ടു പോകാമെന്ന തീരുമാനത്തിലാണ് മാണി വിഭാഗം. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ TV സി വോട്ടർ സർവേ. LDF-ന് 89 സീറ്റും UDF-ന് 49 സീറ്റും ലഭിക്കും. ബംഗാളിലും ഇടതുമുന്നണി നേട്ടമുണ്ടാക്കുമെന്നാണ് സർവേ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ച പൂർത്തിയായതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. തെരഞ്ഞെടുപ്പ് നീളുന്ന സാഹചര്യത്തിൽ തിടുക്കം ആവശ്യമില്ലെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് AK ആന്റണിയുടെ പേര് നിർദ്ദേശിക്കുമെന്നും സുധീരൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അതേക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തി. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പും കുറച്ച് നീണ്ടുപോയതുകൊണ്ട് നേരത്തെയുള്ള അത്ര ഒരു അർജൻസി നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ടും നാളെയും അടുത്ത ദിവസങ്ങളിലുമായി ഈ ചർച്ച തുടർന്ന് എത്രയും വേഗത്തിൽ പ്രാഥമികമായ ലിസ്റ്റ് തയ്യാറാക്കും. ഇന്ന് മറ്റൊരു പ്രധാനമായ ഒരു ധാരണ വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ശ്രീ AK ആൻ്റണിയെ നിർദ്ദേശിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. പത്തനാപുരത്ത് കലോത്സവമല്ല രാഷ്ട്രീയ പോരാട്ടമാണ് വേണ്ടതെന്ന് KPCC സെക്രട്ടറി G രതികുമാർ പറഞ്ഞു. പത്തനാപുരത്ത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് മുൻ കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ തുറന്നടിച്ചതിന് പിന്നാലെയാണ് G രതികുമാർ ജഗദീഷിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. പത്തനാപുരം രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട മണ്ഡലമാണെന്നും കലോത്സവമല്ല നടക്കുന്നതെന്നും രതികുമാർ ചൂണ്ടിക്കാട്ടി. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ മത്സരമാണ് നടക്കേണ്ടത്. കഴിഞ്ഞ 15 വർഷക്കാലമായി UDF-നൊപ്പം നിന്ന് MLA ആയി, മന്ത്രിയായി ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു നിർണായക ഘട്ടത്തിൽ UDF-നെയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെയും തള്ളിക്കളഞ്ഞ് രാജ്യസഭാ ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യാതെ ഇവിടുത്തെ UDF പ്രവർത്തകരെ വഞ്ചിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന KV ഗണേഷ് കുമാറിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തിനായി കാത്തിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ഒരു രാഷ്ട്രീയ മത്സരത്തിന് വേണ്ടിയാണ്. അല്ല, ഇതൊരു കലോത്സവ മത്സരമല്ല.
അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ പത്തനാപുരത്തെ ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയമായി നേടാൻ ആഗ്രഹിക്കുകയാണ്. ജഗദീശ് എന്നല്ല പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെയും വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് സീറ്റ് പ്രതീക്ഷിച്ച് കഴിയുന്നവർ. അതേസമയം സിനിമാ ഷൂട്ടിംഗ് എന്ന നിലയിൽ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുന്ന ജഗദീശനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വെള്ളിത്തിരയിലെ കാണാനാകൂ എന്ന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പത്തനാപുരത്ത് പ്രചരണം നടത്തി. എന്നാൽ ജഗദീഷിന്റെ ചിത്രങ്ങൾ പത്തനാപുരത്ത് ചിലർ സ്ഥാപിച്ചതോടെ യൂത്ത് കോൺഗ്രസ് പോസ്റ്റർ ഒട്ടിച്ചാണ് പ്രതിഷേധിച്ചത്. ആവശ്യം പോലെ സ്ഥാനാർത്ഥികൾ കൊല്ലം ജില്ലയിലുണ്ടായിട്ടും പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പോസ്റ്ററിലൂടെ ചൂണ്ടിക്കാട്ടി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാലക്കാട് ജില്ലയിലെ നെന്മാറ സീറ്റ് വേണമെന്ന JDU CMP നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF-നായി മത്സരിച്ച JDU CMP കക്ഷികൾ 3ാം സ്ഥാനത്തേക്ക് പോയത് മുൻനിർത്തിയാണ് യൂത്ത് കോൺഗ്രസ് വിമർശനം. കഴിഞ്ഞ തവണ SJDക്ക് അനുവദിക്കുകയും പിന്നീട് കോൺഗ്രസിന് വിട്ടുനൽകുകയും ചെയ്ത സീറ്റാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ. ആ സമയത്തു തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് JDU ജില്ലാ നേതൃത്വം പറയുന്നത്. JDU ആവശ്യത്തോട് പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും സീറ്റ് വിട്ടുനൽകേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ പേരുകൾ നെന്മാറയിലേക്ക് DCC KPCC മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച JDU CMP സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് പോയതാണ് യൂത്ത് കോൺഗ്രസ് വിമർശനത്തിന് അടിസ്ഥാനം. നെന്മാറ മണ്ഡലം ഘടകകക്ഷികൾക്ക് നൽകാനുള്ളതല്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സജേഷ് ചന്ദ്രൻ പറഞ്ഞു. പരിചിതമല്ലാത്ത വ്യക്തികളും പരിചിതമല്ലാത്ത ചിഹ്നങ്ങളും വരികിൽ അത് നെന്മാറ നിയോജക മണ്ഡലത്തിൽ ഏശില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDF പിറകോട്ട് 3ാം സ്ഥാനത്തേക്ക് പോയ 2 മണ്ഡലങ്ങളിൽ ഒന്ന് പല്ലശ്ശേനയാണെങ്കിൽ മറ്റൊന്ന് CMP മത്സരിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാനുള്ള ഇടമല്ല നെന്മാറ എന്നുള്ളത് അതിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ പല്ലശ്ശേന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF 3ാം സ്ഥാനത്ത് പോകാൻ കാരണം കോൺഗ്രസ് കാലുവാരലാണെന്നാണ് JDU നിലപാട്. കഴിഞ്ഞ തവണ MV രാഘവൻ മത്സരിച്ച സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന ആവശ്യമാണ് CMP CP ജോൺ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 16 സീറ്റുകൾ വനിതകൾക്ക് നൽകണമെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ പറഞ്ഞു. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ 25% വനിതകൾക്കായി നീക്കിവെക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോടും അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തോടും സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജില്ലയിൽ ഒരു വനിത എന്ന നിലയിലെങ്കിലും സ്ത്രീകളെ പരിഗണിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു പരാതിക്കും ഇട നൽകാത്ത രീതിയിൽ പരമാവധി കേരളത്തിലെ കോൺഗ്രസ് സ്ത്രീകൾക്ക് അവസരം കൊടുത്ത് മറ്റു പാർട്ടികൾ കൂടി മാതൃക ആകണമെന്നാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രത്യേകമായ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ കൊടുക്കും. വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അടുത്ത മാസം 23-നകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി. റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് 2 മാസത്തെ സാവകാശം ചോദിച്ചുവെങ്കിലും 1.5 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. SNDPക്ക് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് 5% പലിശയ്ക്ക് നൽകേണ്ട പണം 12 മുതൽ 18 വരെ ശതമാനം പലിശയ്ക്ക് നൽകിയത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ് ഹർജി നൽകിയിരുന്നത്. പല സംഘങ്ങളുടെയും പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി പണം തിരിമറി നടത്തിയതിന്റെ രേഖകളും നേരത്തെ പുറത്തുവന്നിരുന്നു. ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2% പലിശയ്ക്ക് പണം അനുവദിച്ച പിന്നക്കക്ഷേമ വികസന കോർപ്പറേഷൻ 7 കോടി രൂപ തിരികെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളിക്ക് നോട്ടീസും നൽകിയിരുന്നു. കുമരകത്തെ മെത്രാൻ കായൽ നികത്താൻ സർക്കാർ അനുമതി. 425 ഏക്കർ നിലം നികത്താനാണ് അനുമതി നൽകിയത്. കൊച്ചി കടമക്കുടിയിൽ ആശുപത്രിക്കായി നിലം നികത്താനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപിറക്കിയ ഉത്തരവിലൂടെ റവന്യൂ വകുപ്പ് അനുമതി നൽകി. അതേസമയം റവന്യൂ വകുപ്പിന്റെ നടപടിയിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ അതൃപ്തി അറിയിച്ചു. ഉത്തരവ് റദ്ദാക്കണമെന്ന് VSും പ്രതികരിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതൊക്കെ ഫയലുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അട്ടിമറിച്ചാണ് കുട്ടനാട്ടിൽ കുമരകം മെത്രാൻകായലിൽ 378 ഏക്കർ നെൽവയൽ നികത്താൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. റക്കിൻഡോ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള 34 സബ്സിഡിയറി കമ്പനികളുടെ പേരിൽ 420 ഏക്കറോളം നെൽവയൽ മെത്രാൻകായലിൽ 2008 വാങ്ങിയിരുന്നു. 2008 മുതൽ ഇവിടെ കൃഷി ചെയ്തിരുന്നുമില്ല. 2009 കുമരകം ടൂറിസ്റ്റ് വില്ലേജ് എന്ന പദ്ധതി നടപ്പാക്കാൻ LDF സർക്കാരിൽ 5 തവണ അപേക്ഷ നൽകിയെങ്കിലും
അനുമതി നൽകിയില്ല. പാരിസ്ഥിതികാഘാതം സൃഷ്ടിക്കുന്ന പദ്ധതിക്ക് അനുമതി നൽകാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്ന് സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു. കുമരകം ഇക്കോ ടൂറിസം വില്ലേജ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കാനാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. മെത്രാൻകായൽ, പൊന്നാടൻകായൽ തുടങ്ങിയ തരിശുപാടശേഖരങ്ങൾ കൃഷി ചെയ്യാൻ നടപടി വേണമെന്ന ആവശ്യം ഉയരുമ്പോഴാണ് ടൂറിസം പദ്ധതിക്ക് കൈമാറിയിരിക്കുന്നത്. മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി എറണാകുളം കടമക്കുടി പഞ്ചായത്തിൽ 47 ഏക്കർ നിലം നികത്താനും റവന്യൂ വകുപ്പ് മാർച്ച് 1 ഇറക്കിയ ഉത്തരവിൽ അനുമതി നൽകിയിട്ടുണ്ട്. മൾട്ടിനാഷണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കാനാണ് ഇവിടെ സ്വകാര്യ കമ്പനിക്ക് നെൽവയൽ നികത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ മെത്രാൻകായൽ നികത്താൻ അനുമതി നൽകാൻ നീക്കം നടന്നിരുന്നു. ശക്തമായ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് അന്ന് തീരുമാനം മാറ്റി. നെൽവയൽ നികത്താനുള്ള നീക്കത്തിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നതായും ആക്ഷേപമുയർന്നിട്ടുണ്ട്. നെൽവയൽ നികത്താൻ ഉത്തരവിറക്കിയ സംഭവത്തിൽ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഞാനതിൻ്റെ വിശദാംശങ്ങൾ നോക്കുന്നതിന് വേണ്ടി എൻ്റെ ഓഫീസിൽ ഞാൻ അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്നെ വിളിച്ചു പറയുന്നതനുസരിച്ച് ഞാൻ നിങ്ങളോടും പ്രതികരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡിഫാം വിദ്യാർത്ഥികൾ സമരത്തിൽ. കോഴ്സിന് അംഗീകാരമില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ജി സുധാകരൻ MLAയും വിദ്യാർത്ഥികൾക്കൊപ്പം സമരത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 2011 ആരംഭിച്ച ബിഫാം കോഴ്സിനാണ് നാളിതുവരെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിക്കാതിരുന്നത്. കോഴ്സ് തുടങ്ങിയെങ്കിലും ആവശ്യത്തിനുള്ള അധ്യാപകരെ സർക്കാർ നിയോഗിക്കാതിരുന്നതാണ് ഇതിന് കാരണം. ഇതുമൂലം 150-ലധികം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ ഇന്ന് കോളേജിന് മുന്നിൽ സമരം നടത്തി. പാസ് ഔട്ടായി പോയി, അവർക്ക് ജോബിന്റെ ഒരു ഇഷ്യൂ കിട്ടാതെ വന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ അഫിലിയേഷൻ ഇത്രയും കൊല്ലം ഞങ്ങൾ പഠിച്ച ഈ കോളേജിന് അഫിലിയേഷൻ ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. മാനേജ്മെന്റ് സീറ്റിൽ കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ച വിദ്യാർത്ഥികളല്ല ഈ കോളേജിൽ പഠിക്കുന്നത്. ഞങ്ങൾ ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് ഇവിടെ മെറിറ്റ് സീറ്റിൽ ഇവിടെ അഡ്മിഷൻ തന്നത്. പക്ഷേ ഗവൺമെന്റ് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ വാങ്ങിക്കുമ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കും അറിവുണ്ടായിരുന്നതല്ല ഈ കോളേജിന് PCIയുടെ റെക്കഗ്നേഷൻ ഇല്ല. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലിയേഷൻ കിട്ടാത്തൊരു ഗവൺമെന്റ് കോളേജ് ആണിതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് നേരിട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പ് വന്നതോടെ അംഗീകാരം ലഭിക്കാൻ ഇനിയും കാലതാമസം നേരിടുമെന്നാണ് അധികാരികൾ പറയുന്നത്. 150-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് ജി സുധാകരൻ MLA കോളേജിലെത്തി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഫ്ലെക്സ് ബോർഡിൽ വെച്ച് തലവാചകത്തിലെ അർത്ഥം മാറിയപ്പോൾ ആശയം തന്നെ മാറിപ്പോയതിന്റെ നാണക്കേടിലാണ് തലസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ. മന്ത്രി VS ശിവകുമാറിന് അഭിവാദ്യമർപ്പിച്ച് സ്ഥാപിച്ച ബോർഡാണ് പുലിവാലായത്. മന്ത്രി VS ശിവകുമാറിന് അഭിവാദ്യമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഇതെന്റെ ക്യാപ്ഷനാണ്, ഇത് ആർക്കും കൊടുക്കില്ല. ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല, തരില്ല. സാഹിത്യത്തിൽ തൽപരനായ ഏതോ യൂത്ത് കോൺഗ്രസ് നേതാവ് ഖടാകടിയൻ മലയാളത്തിൽ ചാലിച്ചെഴുതിയ വാചകമെന്നൊക്കെ തോന്നുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. വാഗ്ദാനം മാത്രമേ ഉള്ളൂ എന്നാണ് എഴുതി വച്ചിരിക്കുന്നതിന്റെ പച്ച മലയാളം. ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല. തിരുവനന്തപുരം വലിയശാല അഗ്രഹാരത്തിലെ ജ്യോതിപുരം ലൈനിൽ പണിയാൻ പോകുന്ന ഡ്രൈനേജിന് 60 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ കഥ നാട്ടുകാർ പറഞ്ഞു തരും. ഇവിടെ ഒരു വാഗ്ദാനം പറഞ്ഞേ ഉള്ളൂ, ഇവിടെ ചെയ്തിട്ടുമില്ല. 60 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ് മാത്രമേ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. സാങ്ഷനായി, പക്ഷേ ഇതുവരേക്കും ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കണം. ഇതിൽ ഒരു പുരോഗതി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ റെയിൽവേക്കാർ ഉണ്ടാക്കിയതാണ്, ഇതിൽ വെട്ടിമറിച്ചത്. സംഗതി ശിവകുമാറിനെ പുകഴ്ത്താൻ വേണ്ടി സ്ഥാപിച്ച ബോർഡാണെങ്കിലും ആശയം തിരിച്ചടിച്ചിരിക്കുന്നതിനാൽ പ്രദേശവാസികൾ ഇപ്പോൾ ഊറിച്ചിരിക്കുകയാണ്. ബോർഡ് വെച്ചവർ ആരെന്ന് കണ്ടെത്താൻ പാർട്ടിക്കാർ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടിയല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കാം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.